ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് 2 മുട്ടയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യത്തെ ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് വെള്ള കടലയാണ് കേട്ടോ. അപ്പോൾ ഞാനത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് രാത്രിക്ക് നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഓവർനൈറ്റ് കുതിർത്തി വെച്ച കടലയാണ് കേട്ടോ ഇത്. അതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജാറിൽ ചേർത്ത് കൊടുക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പകുതി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാള ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ പകുതി മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പോട ഉണ്ടാക്കാൻ ചെയ്യില്ല അതേപോലെ ചെയ്യണം. അല്ലാതെ ഫുള്ളായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ പീസസൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയ്യിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചെറിയ പീസ് മുട്ടയാണ് വെക്കുന്നത്. ഒരു മുട്ടനെ ഞാൻ 8 പീസായി കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് 1 പീസ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എഗ് ഫലാഫലാണ്. നമ്മുടെ ഫലാഫലിൻ്റെ ആ ഒരു മാവ് തന്നെയാണ് ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എഗ്ഗ് ഫില്ല് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് മാവ് എടുക്കണ്ട. കുറച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം മാവ് എടുത്താൽ മതി. ഒരുപാട് മാവായി കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ 1 പീസ് മുട്ട ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്നും പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്യണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കുറച്ചും കൂടെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് റൗണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. എണ്ണയിലിടുന്ന സമയത്ത് നല്ല ഫിറ്റായിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അതേ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടാവും നമുക്ക് ചെയ്തു വരുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിക്കാൻ. എന്നാലേ ഉള്ളിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ ഞാൻ മറിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. ഉള്ള അത്യാവശ്യം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എഗ്ഗ് വെച്ചതിന് പകരമായിട്ട് ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡും കൂടെ ഒന്നിങ്ങനെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു കളർ ആവുന്നത് വരെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാം ഞാൻ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇതിൽ അങ്ങനെ എണ്ണയൊന്നും അധികം കുടിച്ചിരിക്കുകയൊന്നുമില്ല. അത് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. കാരണം കടലയല്ലേ, ഒരുപാട് അങ്ങനെ എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ അതേ നമ്മളിവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ കൂടെ സൈഡായിട്ട് ജസ്റ്റ് മയണൈസ് വെച്ചിട്ടുണ്ട്. മയണൈസൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടോടെ കഴിക്കാനാണ് ഇത് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.